ഒരു സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവര് ഈ ബാങ്കുകൾ എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ ബാങ്കുകളെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ഓരോ ബാങ്കും ഓട്ടോണമസ് ആണ്. അവർക്ക് സെപ്പറേറ്റ് ക്യാപിറ്റൽ ഉണ്ട്. അവര് സെപ്പറേറ്റ് ഇൻകോർപ്പറേറ്റഡ് ആണ്. അത് എന്നാൽ കൺട്രോളിങ് മാത്രം ആരുടെ കയ്യിലാണെന്നേ ഉള്ളൂ? ഈ സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലാണ്. ഈ ചെയിൻ ബാങ്കിങ് ഈസ് നോട്ട് അണ്ടർ എ ഹോൾഡിംഗ് കമ്പനി. അവരാരുടെ കയ്യിലല്ല, ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ കീഴിലല്ല ആര് പ്രവർത്തിക്കുന്നത്? ഈ ചെയിൻ ബാങ്കിങ് സിസ്റ്റം വരുന്നത്. ചെയിൻ ബാങ്കിങ്ങിന്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് ഏതാണ്? USA ആണ്. ഇതില് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? എടുത്തെടുത്ത് ഞാൻ പറയുകയാണ്. ഏതല്ല? നോട്ട് എ ഹോൾഡിംഗ് കമ്പനി. ഇത് ഏതിനകത്ത് വരും? ഗ്രൂപ്പ് ബാങ്കിങ്ങുമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. നോട്ട് എ ഹോൾഡിംഗ് കമ്പനി, ഓൺലി എ സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നത്? കൺട്രോൾഡ് ടു ഓർ മോർ ബാങ്ക്സ്. ഇതാണ് ചെയിൻ ബാങ്കിങ്ങിന്റെ പ്രത്യേകത.